സമയം ഒത്തിരി മുമ്പോട്ട് പോയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ ആയിരിക്കുന്ന. കല്യാണം സന്തോഷമാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ താടിക്ക് കയ്യൊക്കെ കൊടുത്ത് എൻ്റെ കൊച്ചനെ എനിക്കോ ഇത് പറ്റി നിനക്കും ഇത് പറ്റാൻ പോവാണോടാന്നും പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ലതായിട്ടൊന്ന് കൈയടിച്ചാട്ടെ, ശക്തിയോടെ. ഓക്കെ, നന്നായി കൈയടിച്ചാട്ടെ. ഈ വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന അനുഗീതനായ കൃത്യദാസൻ പാസ്റ്റർ പി വി ദേവസി അവർകൾ, ഞങ്ങൾക്കെല്ലാം വളരെ പ്രിയനായ ആദരണീയായ കൃത്യദാസൻ പാസ്റ്റർ സി സി ചാക്കോ അവർകൾ, വളരെ അനുഗീതമായ ശുശ്രൂഷകൾ ചെയ്ത പാസ്റ്റർ സി ജെ ബാബൂസ്, പാസ്റ്റർ സാമുവൽ മാത്യു, പാസ്റ്റർ സാം വർഗീസ്, ചണ്ണപ്പെട്ട എ ജി പാസ്റ്റർ ജോർജ് ജോസഫ്, വളരെ ബഹുമാന്യരായ പല ദൈവദാസന്മാരുടെ ഉണ്ട്. നല്ല ഗായക സംഘം. ഇന്നത്തെ VIP-കളാകുന്ന ഗ്ലാഡ്സൺ ആൻഡ് എൻജലി. ഒരു സുവിശേഷകൻ ഏത് കാലഘട്ടത്തിലും ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹീതമായ സുവിശേഷ പ്രസംഗം ദൈവകൃപയിൽ ജീവിക്കുന്നവരുടെ മക്കളാണ്. അല്ലെങ്കിൽ നാട്ടുകാർ പറയും നാട് നന്നാക്കാൻ നടന്നിട്ട് വീട് നന്നാക്കാൻ ഒത്തില്ലെന്ന്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി ഫിലിപ്പ്, താങ്കൾ നാട് മാത്രമല്ല വീടും നന്നാക്കി. അതാണ് ഈ കുഞ്ഞുങ്ങൾ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത്. പല സുവിശേഷകരുടെയും പാസ്റ്റർമാരുടെയും സ്റ്റേജ് ഇളക്കുന്നവരുടെയും ജീവിതം പരാജയപ്പെട്ടത് തലമുറയെ കൃപയെ വളർത്താൻ കഴിഞ്ഞില്ല. മകളെ, നിങ്ങൾ രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഗ്ലാഡ്സ് എന്ന പേര് തന്നെ സന്തോഷിക്കുന്നവനെന്നാ. ഏഞ്ചൽ പിന്നെ മാലാഖയുവാ. മോഹം കണ്ടിട്ടും രണ്ടും അങ്ങനെ തോന്നുന്നു. പക്ഷെ ഇനിയും ഗ്ലാഡ്സൺ സന്തോഷിക്കണോ എന്നുള്ളത് ഏഞ്ചലിൻ്റെ കയ്യിലാണ്. ഏഞ്ചൽ മാലാഖയായി തന്നെ തുടരണോ എന്ന് തീരുമാനിക്കുന്നത് ഗ്ലാഡ്സനാണ്. ദൈവം പണിയുന്ന ഭവനങ്ങളുണ്ട്, പിശാച് പൊളിക്കുന്ന ഭവനങ്ങളുണ്ട്. മകളെ ശ്രദ്ധിക്കണം. വേഗത്തിൽ ഞാൻ നിർത്തും, പേടിക്കണ്ട. സ്വർഗം ഭൂമിയിലായിരിക്കുന്ന ഭവനങ്ങളുണ്ട്, നരകം ഭൂമിയിലായിരിക്കുന്ന ഭവനങ്ങളുണ്ട്. ദൈവം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ അവളിൽ സന്തോഷിക്കും, ഞാൻ അവളിൽ ആനന്ദിക്കും, ഞാൻ അവിടെ ഉല്ലസിക്കും, ഞാൻ അവളിൽ സന്തോഷിക്കും. അതേ ദൈവം തന്നെ പറഞ്ഞു, 40 വർഷം ഞാൻ അവളെ സഹിച്ചു. ഇതിനകത്തും വന്നിട്ടുണ്ട് ആനന്ദം, സന്തോഷം, ഉല്ലാസം. ചെല്ലോടി ചോദിച്ചാൽ പറയും കെട്ടിപ്പോയില്ലയോ, സഹിക്കുക. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നന്നാകണം. തെരഞ്ഞെടുപ്പ് നന്നാകണമെങ്കിൽ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കണം. മക്കളെ, എല്ലാം തകരും, എല്ലാം ഉടയും. എന്നാൽ കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്ന തകരത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കയ്യൊന്നടിച്ച് വാതുറന്ന് ശക്തിയോടെ സ്തോത്രം പറ. ഉറക്കമൊക്കെ പറയട്ടെ. പ്രേമം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്, സൗന്ദര്യം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്, പണം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്, സാഹചര്യം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്, ദൈവം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്. ദൈവം യോജിപ്പിക്കുന്ന വിഭാഗത്തിന് ദൈവം ഉത്തരവാദിയായിരിക്കും. ചെറുപ്പക്കാരോട് ഞാൻ പറയാം, നീ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് നിന്റെ അപ്പനെ കരയിപ്പിച്ചാകരുത്, നിന്റെ അമ്മയെ വേദനിപ്പിച്ചാകരുത്, ദൈവസഭയുടെ തല കുനിപ്പിച്ചാകരുത്, അപമാനിച്ചാകരുത്. ഈ മോനെ മോളെ ഇവിടെ കൊണ്ടു നിർത്തിയ പോലെ നിന്റെ അപ്പന് ആഗ്രഹമുണ്ട്, അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അന്തസ്സായി നിന്റെ കല്യാണം നടത്താൻ. വഴിയിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പുറകിന് പോകരുത്. ഒരു ചെറുക്കൻ രാവിലെ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത് 21-ാം സങ്കീർത്തനമാണ്. ഗുഡ്നസ് ആൻഡ് മേഴ്സി ഷാൽ ഫോളോ മീ. മേഴ്സി. ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ തൊലി വെളുത്തൊരു പെണ്ണ് നിൽക്കുന്നു. അവൾ ചോദിച്ചു, എന്താണ് കൊച്ചേ നിന്റെ പേര്? അവൾ പറഞ്ഞു മേഴ്സി. എന്തോ ഒരു നടത്തിപ്പാ. രാവിലെ ബൈബിൾ വായിച്ച മേഴ്സി ഷാൽ ഫോളോ മീ പറയുന്നു. അതൊന്നും അല്ല കുടുംബജീവിതം. ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത ഹോളി മാട്രിമോണി. എന്താണ് ഹോളി മാട്രിമോണി? ഹോളി ഗോഡ്, ഹോളി സ്പിരിറ്റ്, ഹോളി ബൈബിൾ, ഹോളി കമ്മ്യൂണിയൻ. ഒരു ശക്തിയില്ലേ? അതുപോലെ ശക്തിമത്താണ് ഹോളി മാട്രിമോണി. എന്തുകൊണ്ട് ഇത് ഹോളിയാകുന്നു? ദൈവദാസന്മാർ പറഞ്ഞത് കോടി വെച്ച് പറയുന്നത്, ഇന്നലെ സ്ഥാപകൻ വിശുദ്ധനായ ദൈവം. ഇത് ഹോളിയാകാൻ കാരണം വിശുദ്ധനായ ദൈവം സ്ഥാപിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നെല്ലാം ദൈവം കണ്ടു.
തക്ക തുണയുണ്ടാക്കി കൊടുക്കുന്നു തുടങ്ങി. ഇണയുണ്ട്, തുണയുണ്ട്, തക്ക തുണയുണ്ട്. ഏഞ്ചലിൻ, നീ ഇണയാകരുത്, തക്ക തുണയായിരിക്കണം. ചിലർക്ക് ഇണയെ കിട്ടി, ചിലർക്ക് തുണയെ കിട്ടി, ചിലർക്ക് തക്ക തുണയെ കിട്ടി. ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിൽ ദൈവമാ പുടവ കൊടുപ്പില്ലായിരുന്നു, താലികെട്ടില്ലായിരുന്നു, മോതിരം വായിട്ടില്ലായിരുന്നു. പിതാവാം ദൈവം ആദാമിൻ്റെ കയ്യിലോട്ട് അവയെ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നല്ലത്. ഗ്ലാഡ്സനെ, ഏഞ്ചലിനെ, ഇവിടെ വന്ന പലരും പലതും നല്ലതെന്ന് പറയും. ഡെക്കറേഷൻ നല്ലത്, പാട്ട് നല്ലത്, ശാപ്പാട് നല്ലത്, പെണ്ണ് നല്ലത്, ചെറുക്കൻ നല്ലത്. പക്ഷെ ദൈവം നിങ്ങളെ നോക്കി നല്ലത് എന്ന് പറയണം. ദൈവം നിന്റെ ജീവിത പങ്കാളി നോക്കി നല്ലതെന്ന് പറഞ്ഞാൽ, ആരെല്ലാം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും അത് നല്ലതായിരിക്കും. ദൈവം കൊള്ളില്ലെന്ന് പറഞ്ഞാൽ ആരെല്ലാം നല്ലതെന്ന് പറഞ്ഞാലും അത് കൊള്ളില്ല. ആദ്യത്തെ വിവാഹം ദൈവം നടത്തിയതിലൂടെ പ്രശ്നമുണ്ടായി. അതുകൊണ്ട് കല്യാണം നടത്തിയ ആളെ, ആലോചിച്ച ആളിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിക്കേണ്ട നിങ്ങളാണ്. വേഗത്തിൽ കല്യാണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ പ്രസംഗമല്ല, നമ്മുടെ ആലോചന പറയാം. 1, 10 കാര്യം ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പറയാം. എനിക്ക് ജനത്തിൻ്റെ അറ്റൻഷനും ഒക്കെ കിട്ടിയില്ലേ വലിയ പാടാണ്. നിങ്ങൾ ചാപ്പാടിന് കിടന്ന് ബഹളം ഉണ്ടാക്കി എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ്. അല്ല, ഞാൻ കേരളത്തിൽ അറിയാം ധാരാളം കൃപയാൽ. ഇന്നലെയും കല്യാണം ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. ഇന്നലെ രാത്രിയിലേ വന്ന കല്യാണം കഴിഞ്ഞ് ഈ ദൈവദാസ് അതുപോലെ ക്ഷണിച്ചുകൊണ്ടാണ് വന്നേ. ചുമ്മാ കൈ പിടിപ്പിച്ച് കൊടുക്കാൻ ഞാൻ വരാറുമില്ല, എന്നെ വിളിക്കലെന്ന് പറഞ്ഞു. എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ വരുന്നത്. അതുകൊണ്ട് 2 വാക്ക് പറഞ്ഞല്ല. ഇപ്പം ഞാൻ കല്യാണം നടത്തിയേനെ, കാരണം ഇത്രയും ലേറ്റാകുന്ന എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊന്നും എൻ്റെ കാര്യമൊന്നുമല്ല, ഉള്ള കാര്യം തുറന്നിട്ട് പറഞ്ഞു പോകുന്ന ആളാണ്. അതുകൊണ്ട് അത്യാവശ്യം പറയാത്തത് പറയും വേണം. മക്കളെ, ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തത്, ഇന്നത്തെ മണവാളൻ വളരെ സുന്ദരനായിരിക്കുന്നു. താടി ഫ്രഞ്ചാണോ ജപ്പാനാണോ നന്നായി ചേരുന്നു. ഇന്നത്തെ മണവാട്ടി സുന്ദരി, കയ്യിലെ അത് അങ്ങോട്ട് ചെയ്ത് കൊണ്ടുവരാം, മോഹവും അതുപോലെ ഒരുപോലെ ഇരിക്കുന്നു. നിങ്ങൾക്കൊരു കുശുമ്പ് പോലെ, മെയ്ഡ് ഫോർ ഈച്ച് അതർ, സുന്ദരനും സുന്ദരി. ഒന്ന് കൈയടിക്കുന്നേ. മക്കളെ, കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഇവരെല്ലാം നിങ്ങളെ വിളിക്കാൻ വന്നിരിക്കുകയാണ്. ബുക്ക് ചെയ്യും, പോണം, കല്യാണം കഴിക്കുക, ശാപ്പാടാ. പുഷ്പക വിമാനത്തിലായിരിക്കും യാത്ര. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഒരുക്കി വെച്ച് എല്ലാവരും കാത്തിരിക്കും. പോയി ശാപ്പാടിച്ചോണം. കുറച്ച് കഴിയുമ്പം വിമാനം ലാൻഡ് ചെയ്യും. ചില്ലി ചിക്കനും ഇല്ല, ഫ്രൈഡ് റൈസും ഇല്ല, ഒന്നുമില്ല. ഏഞ്ചൽ ഉണ്ടാക്കി തരുന്നതൊക്കെ കഴിക്കണം. വല്ല ഉണ്ടാക്കാനൊക്കെ അറിയാവോ? യൂട്യൂബ് ഉണ്ടല്ലോ, അല്ലയോ? ചില അമ്മാമ്മമാർ പറയുന്നത് എൻ്റെ മോക്ക് ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയില്ലെന്ന. മക്കളെ വല്ലതൊക്കെ പഠിപ്പിക്കണം, ആമ്പിള്ളേരും പഠിക്കണം. അപ്പോൾ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടാകുമ്പം ഗ്ലാഡ്സൺ പറയല്ല, എത്രയോ നല്ല കല്യാണം ആലോചിച്ചതാ, ഇവളെ കെട്ടി എൻ്റെ കഷ്ടകാലമായെന്ന് പറയല്ലേ. ആരെ കെട്ടിയാലും പ്രശ്നമുണ്ട്. അപ്പോൾ ഉടനെ ഏഞ്ചല് പറയരുത്, എനിക്ക് നല്ല ആലോചനയൊക്കെ വന്നതാ, ഇതിയാൻ്റെ പുറകിന് ഇറങ്ങുന്നത് കഷ്ടകാലമായെന്ന് പറയരുത്. പ്രതിസന്ധി വരുമ്പം 2 പേരും കൈയോട് കൈ കോർത്ത് പിടിക്കണം, മുട്ടിമേൽ നിൽക്കണം, പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം ഇറങ്ങി വരും. പ്രശ്നമില്ലാതെ കുടുംബജീവിതമില്ല. ഭാര്യയുമായി വഴക്കുകൂടാത്ത അച്ചായന്മാർ വല്ല ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ ഈ വർഷത്തെ ഏറ്റവും നല്ല ഞൊണയനുള്ള അവാർഡ് ആ പുള്ളിക്ക് കൊടുക്കണം. കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ട് മക്കളെ, പക്ഷേ സന്ധ്യയാകും മുമ്പ് വഴക്ക് പറഞ്ഞു തീർക്കണം. സൂര്യൻ അസ്തമിക്കും മുമ്പ് വഴക്ക് തീർക്കണം. പിണക്കവുമായി പ്രശ്നവുമായി ബെഡ്റൂമിൽ പോകരുത്. കൊച്ചുമേശയുടെ കാലത്ത് വിളിച്ച് ചോദിച്ചു, ഭാര്യയോട് വഴക്കുകൂടാത്ത ആരെയുണ്ട് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഒരുത്തൻ എഴുന്നേറ്റ് നിന്നു. കൊച്ചുമേശ ചോദിച്ചു, എത്ര നാളായിടാ കല്യാണം കഴിച്ചിട്ടെന്ന്. 2 ദിവസമായെന്ന്. അടികൂടാൻ തുടങ്ങിയില്ലല്ലോ മക്കളെ. പ്രശ്നം വരും. ഒരു കുതിര 2 ടൺ ഭാരം വഹിക്കും. 2 കുതിരയ്ക്ക് 26 ടൺ ഭാരം വഹിക്കാൻ കഴിയും. നിങ്ങളും നിങ്ങളുടെ കർത്താവും ചേർന്നാൽ ഏത് ഭാരവും വഹിക്കാൻ കഴിയും. ഒന്ന് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്. ചെയ്യേണ്ടത് 1, pray together, ഒന്നിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും ഒന്നിച്ച് പ്രാർത്ഥിക്കണം. The shortest distance between a problem and solution is the distance between your knees and the floor. A man who kneels before God can stand to any problem. നിങ്ങളും നിങ്ങളുടെ പ്രശ്നവും നമ്മൾ അകലം, നിങ്ങളുടെ മുട്ടും തറയും നമ്മൾ അകലമാണ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ചെങ്കടൽ വഴിമാറി ഒഴുകും. പ്രാർത്ഥിക്കുന്ന മുമ്പിൽ എരികോ കോട്ട ഇടിഞ്ഞ് താഴെ വീഴും. പ്രാർത്ഥിക്കുന്ന മുമ്പിൽ യോർദാൻ 2ആയി പിളരും. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തീക്കൽ പാറയുന്ന വെള്ളം ചാടി പുറപ്പെടും. ശക്തിയോടെ സ്തോത്രം പറയാമോ? നമ്മുടെ പിതാക്കന്മാർ ഉറങ്ങാൻ പോയത് പ്രാർത്ഥിച്ചിട്ടാണ്. നാട്ടുകാർ ഉറങ്ങിയിരുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ പാട്ട് കേട്ടുകൊണ്ടാണ്. നമ്മുടെ പിതാക്കന്മാർ ഉണർന്നത് പ്രാർത്ഥനയോടെയാണ്. നാട്ടുകാർ ഉണർന്നത് നമ്മുടെ പിതാക്കന്മാരുടെ പാട്ട് കേട്ടാണ്. ഇന്നത്തെ പോലെ 1ഉം 2ഉം പിള്ളേരല്ല, 5, 6, 7, 8 പിള്ളേര് വെള്ളം ഒഴിച്ച് പിള്ളേരെ ഉണർത്തി 5 മണിക്ക് കൊണ്ടുവരുത്തി പാടുമായിരുന്നു. സന്ധ്യാപ്രാർത്ഥന നടത്താതെ
ഭക്ഷണം കൊടുക്കില്ലായിരുന്നു. കുടുംബ പ്രാർത്ഥനയുള്ള എത്ര വീട്ടുകാരിവിടെ വന്നിട്ടുണ്ട്. അവർ പാടുന്ന ചില പാട്ടുകളുണ്ട്. മക്കളെ ഒന്ന് നിൽക്കുക, നിങ്ങൾ നിന്നോ, ഇനി നിന്നോ, ഇവിടെ നിന്നോ. ആരും എനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നുവെന്നോ, ആരുമേനി പാടിക്കേ, ഏകനായി തീർന്നുവെന്നോ, മാനസത്തിൽ ആദ്യ പൂണ്ടു കേദിപ്പാൻ സാധു അന്ധനായി എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാൻ ഈശോനെ തന്നിൽ ക്ലേശിപ്പാൻ ഏതോ കാര്യമില്ല എന്റെയുള്ളം. നമ്മുടെ പാട്ട് പഠിച്ചത് എന്നല്ല, സിയോഗീതാവിൽ നിന്നല്ല, അപ്പൻ പാടി പഠിച്ച ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഇത് പാടിയപ്പം പിള്ളേരുടെ ഉള്ളിൽ എന്തോ കയറിയെന്നറിയാമോ? കൊച്ചപ്പൻ കൈവിട്ടാലും ചിറ്റപ്പൻ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്നത്തേക്കാൾ പ്രശ്നം അന്നുണ്ടായിരുന്നു. ഡൈവോഴ്സിന് പോയില്ല, നരമ്പ് മുറിച്ചില്ല, കിണറ്റിൽ ചാടിയില്ല. മകളെ, നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾ പട്ടിണി അടക്കേണ്ടി വരില്ല. പിതാക്കന്മാർ പട്ടിണി അടന്നിട്ടുണ്ട്. ദൈവത്തിന്റെ അഭിഷേക്തനായി ഞാൻ പറയാം, വീട്ടിൽ തീ കത്തിയില്ലെങ്കിലും ആരാധനയുടെ തീ കത്താതിരിക്കരുത്. പുക ഉയർന്നില്ലെങ്കിലും പ്രാർത്ഥനയുടെ പുക ഉയരാതിരിക്കരുത്. 2, റീഡ്സ് ടുഗദർ, ഒന്നിച്ചു വായിക്കുക. എന്താണ് ഒന്നിച്ചു വായിക്കേണ്ടത്? ഷോർട്ട് സ്റ്റോറിയും ലോങ് സ്റ്റോറിയുമല്ല. നിങ്ങൾ രണ്ടുപേരും ബൈബിൾ ഉയർത്തിപ്പിടിക്കുക. രണ്ടുപേരും ബൈബിൾ ഉയർത്തിപ്പിടിക്കുക. നന്നായി ഉയർത്തിപ്പിടി. മടിക്കണ്ട മോനെ. ഈ ക്യാമറ എല്ലാം ഇങ്ങോട്ടൊന്ന് ഫോക്കസ് ചെയ്തേ. നിങ്ങളുടെ ജീവിതത്തിന്റെ അതിപ്രാധാന്യമായ ദിവസത്തിൽ വിശുദ്ധ ബൈബിളുമായി വന്ന നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മക്കളെ, ഒരു വ്യക്തി ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ വ്യക്തിയെ പുസ്തകം ഉയർത്തും. ഒരു കുടുംബം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ കുടുംബത്തെ പുസ്തകം ഉയർത്തും. ഒരു സമൂഹം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ സമൂഹത്തെ പുസ്തകം ഉയർത്തും. എന്റെ സകല ഉയർച്ചയ്ക്കും കാരണം ഈ പുസ്തകം എടുത്താന്ന് പറയാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. എഡ്വിൻ കോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈജിപ്തിലെ പിരമിഡിനേക്കാൾ നയനമനോഹരമായ നയാഗ്ര വെള്ളച്ചാട്ടത്തെക്കാൾ മനോഹരമായ ഒരു കാഴ്ച ഇവിടെയുണ്ട്. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോടും മക്കളോടും ചേർന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ്. ആ മനോഹര കാഴ്ച എന്നും നിങ്ങളുടെ വീട്ടിൽ കാണണം. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ മക്കളോടുകൂടെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്ന് കൈപോക്കിക്കേ. ഇന്ന് രാവിലെ കണ്ടോ? എത്ര പേരുണ്ട്? മക്കൾ ഇവിടെ ഇല്ലേ? ശരി, അപ്പനും അമ്മയും മാത്രം പ്രാർത്ഥിച്ചവരൊന്ന് കൈപൊക്കിക്കേ. കുറച്ച് പേരുണ്ട്. ഇന്നലെ രാത്രി കുടുംബ പ്രാർത്ഥന നടത്തിയവരൊന്ന് കൈപൊക്കിക്കേ. എത്രയോ ഉണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. വിതൗട്ട് ക്രൈസ്റ്റ് യു ആർ എ സീറോ, വിത്ത് ക്രൈസ്റ്റ് യു ആർ എ ഹീറോ. കർത്താവിനെ കൂടാതെ സീറോയാ. മക്കളെ, അടുത്തത് ചർച്ച് അറ്റൻഡ് ചർച്ച് ടുഗദർ. നീ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യം നോക്കാതെ കാലടക്കി വെച്ചാൽ ഞാൻ ഉന്നതങ്ങളിൽ കയറി വാഹനം ഓടിച്ചു മാറാക്കും. നിന്റെ പിതാക്കന്മാർ അറിയാത്ത നന്മ കൊണ്ട് പോഷിപ്പിക്കും. നീ വിളിക്കും, ഞാൻ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ ഇതാ വരും അരുളി ചെയ്യും. അതുകൊണ്ട് തീർന്നില്ല, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറ ശൂന്യമായി കിടന്നത് നിന്റെ തലമുറ കെട്ടിപ്പോക്കും. ദൈവത്തിന് 1-ാം സ്ഥാനം നൽകിയാൽ നിന്റെ ആയുസിൽ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ദൈവം നിന്റെ തലമുറയെ കൊണ്ട് ചെയ്യും. നിനക്ക് പോകാൻ കഴിയാത്തിടങ്ങളിൽ ദൈവം നിന്റെ തലമുറയെ അയക്കും. നിനക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്റെ തലമുറ യേശുവിന്റെ നാമത്തെ ഉയർത്തും. കയ്യൊന്നടിച്ചേ ശക്തിയോട്, പാസ്റ്റർ സജി ഫിലിപ്പിന്റെ സാക്ഷ്യമാ, ഞങ്ങളുടെ സാക്ഷ്യമാ. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതും തലമുറയെ കൊണ്ട് ചെയ്യും. മക്കളെ, ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നഷ്ടം നാളത്തെ വലിയ നേട്ടങ്ങളാണ്. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നഷ്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തോടൊപ്പമുള്ള നഷ്ടം നാളത്തെ നേട്ടമാണ്. നിങ്ങൾ ഒന്നിച്ച് വായിക്കുക. മേക്ക് ഡിസിഷൻ ടുഗദർ. ഒന്നിച്ച് തീരുമാനമെടുക്കുക. ലവ് ടുഗദർ. ഒന്നിച്ച് സ്നേഹിക്കുക. ഞാൻ കട്ട് ഷോട്ട് ചെയ്യുകയാണ്. എങ്ങനെ സ്നേഹിക്കണം? യേശു സ്നേഹിച്ച പോലെ. യേശു എങ്ങനെയാ സ്നേഹിച്ചേ? സൗന്ദര്യം കണ്ടല്ല, പണം കണ്ടല്ല, വിദ്യാഭ്യാസം കണ്ടല്ല, ജോലി കണ്ടല്ല, കുടുംബമൊഹികം കണ്ടില്ല. നിന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലേലും, നിന്റെ ഭർത്താവിന് പണം ഉണ്ടെങ്കിലും ഇല്ലേലും അവളെ സ്നേഹിക്കുക. മകളെ, എന്നെ നോക്കണം നിങ്ങൾ കേട്ടോ. ഇച്ചിരി ധൃതി ഞാൻ പറഞ്ഞു വിടുക. ഈ ക്യാമറയെല്ലാം നിങ്ങളുടെ പേർക്ക് നൂട്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ ഒരു നല്ലൊരു ആൽബം അവർ തരും. അത് കണ്ട് നിങ്ങൾ ഞെട്ടും. ഇത്രയും ഗ്ലാമർ ഉണ്ടോ എന്ന് തോന്നും. ദേ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇതുപോലെ ഇരുന്നതാ. അവർക്കെല്ലാം ഒരു ആൽബം കിട്ടി. ആൽബം കണ്ട് അവരും ഞെട്ടിയിരിക്കുക.
അന്ന് അവരും ഇതുപോലെ ഇരുന്ന. പക്ഷെ ഇപ്പോ ഓരോന്നിന്റെ പരുവം കണ്ടില്ലേ? ഇത്രയുള്ള സൗന്ദര്യം. കണ്ണു കുഴിഞ്ഞാലും കവിളൊട്ടിയാലും കുറയാത്ത സ്നേഹമുള്ളവരാകുക. ലാസ്റ്റ് ആൻഡ് നോട്ട് ലീസ്റ്റ്, കെയർ യുവർ പേരൻസ് ടുഗദർ. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കണം, കരുതണം. എത്ര സ്നേഹം നൽകാമോ നൽകണം കേട്ടോ. നിങ്ങൾ ഇന്നായിരിക്കുന്ന ഇത് അവർ നിമിത്തമാണ്. മോനെ, ഈ മോളെ ദേ അദ്ദേഹം അവർ രണ്ടുപേരോട് ഇരിപ്പുണ്ട്. ഈ മോളെ, ഈ സുന്ദരിയെ വളർത്തി പഠിപ്പിച്ച് ജോലി ചെയ്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴേ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഈ മോൾ എപ്പോൾ ഈ പപ്പായും അമ്മയും കാണാൻ ആഗ്രഹിച്ചാലും മുമ്പിടണം കേട്ടോ. മോനും പോണം. അവർക്ക് എന്തെല്ലാം ഉണ്ടായാലും ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ. അവിടെ കണ്ണ് നിറയുന്നുണ്ട്, മോനെയും കണ്ണ് നിറയുന്നുണ്ട്. അതാ നല്ലത്. നിങ്ങൾ നന്ദിയുള്ളവരാന്ന് തെളിവതാ. ഈ മോൾക്ക് എന്തെങ്കിലുമൊക്കെ നന്മ പപ്പായ്ക്ക് കൊടുക്കാൻ തോന്നിയ മോൻ തടയരുത് കേട്ടോ മക്കളെ, തടയരുത്. മോളെ, ആയിരിക്കുന്ന ദൈവദാസൻ ഈ സുന്ദരനെ പഠിപ്പിച്ച് വലുതാക്കി നിന്റെ കയ്യിൽ തരികയാണ്. ഞാനൊരു സുവിശേഷകനാണ്. എനിക്കറിയാം ദൈവദാസന്മാരുടെ വേദനകൾ. മാറി മാറി പാഴ്സനേജുകളിൽ താമസിച്ച് ഇത്രയൊക്കെ ഈ 3 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. മക്കളെ, നീ ആ വീട്ടിൽ ചെല്ലുന്ന നിമിത്തം ആ പപ്പയുടെയും മമ്മിയുടെയും കണ്ണ് നിറയാൻ പാടില്ല. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്ത് ചെയ്യുമോ, നാളെ നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളോട് ചെയ്തിരിക്കും. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നേ, നിങ്ങൾ ദീർഘായുസ്സുണ്ടാകാൻ നിങ്ങളുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ പോഡ്കാസ്റ്റിംഗ് സംവിധാനം BBC ബർത്ത്ഡേ ഡെഫിനിഷൻ പറയാൻ പറയും. നിങ്ങളൊക്കെ ഇത് കേട്ട് കാണും. ഞാൻ 30 ലക്ഷം ആളുകൾ കണ്ട ഒരു കാര്യമായി പറയാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നടത്തിയ കല്യാണത്തിൽ ഈ പറയുന്ന കാര്യം 30 ലക്ഷം ആളുകൾ കണ്ടു. ബർത്ത്ഡേ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞപ്പോൾ പലരും പല ഡെഫിനിഷൻ പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം സാറ് പറഞ്ഞൊരു ഡെഫിനിഷൻ ഉണ്ട് മക്കളെ, അത് വായിച്ച് ഞാൻ കരഞ്ഞു. അബ്ദുൽ കലാം സാറ് പറഞ്ഞ ബർത്ത്ഡേ ഡെഫിനിഷൻ കേൾക്കണോ? നീ കരഞ്ഞപ്പോൾ നിന്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, അതാ ബർത്ത്ഡേ. നീ കരഞ്ഞപ്പോൾ നിന്റെ അമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, അതാ ബർത്ത്ഡേ. ബാക്കി എല്ലാ സമയവും നീ കരയുമ്പോൾ നിന്റെ അമ്മ കരയാ. അമ്മയാണോ നീ വഴിയിലിറക്കി വിടുന്നേ? ഞാൻ പറഞ്ഞൊരു വാചകം പലരും പറയും, തൊട്ടിലുണ്ടായിട്ടും നെഞ്ചിലിട്ടുറക്കിയ നിന്റെ അമ്മയെ കാട്ടിലുണ്ടായിട്ടും വഴിയിലിറക്കി വിടരുത്. കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണത്തിൽ പറഞ്ഞൊരു പദം, അത് വൈറലായി. അതും ചില പറയുമ്പോൾ എന്തെന്നറിയാം, അമ്മ പറഞ്ഞ കള്ളങ്ങൾ. എന്താ അമ്മ പറഞ്ഞ കള്ളം എന്നറിയാമോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലായില്ല, ഞങ്ങളുടെ പ്രായമുള്ളവർക്ക് മനസ്സിലാവും. അമ്മ പറഞ്ഞ കള്ളങ്ങൾ. ഉള്ള കഞ്ഞിയും ചോറും മക്കൾക്ക് വിളമ്പി കൊടുത്തിട്ട് അമ്മ പട്ടിണി കിടന്നു. മക്കൾ ചോദിച്ചു, അമ്മ കഴിക്കുന്നില്ലേ? അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് വിശപ്പില്ല. ഉള്ള തലയണ മക്കൾക്ക് കൊടുത്തിട്ട് അമ്മ നിലത്ത് കിടന്നു. മക്കൾക്ക് ചോദിച്ചു, അമ്മയ്ക്ക് തലയണ വേണ്ടേ? അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് തലയണ വെച്ചാൽ തലവേദന എടുക്കുമെന്ന്. ഉള്ള മക്കൾക്ക് കൊടുത്തിട്ട് അമ്മ നിലത്ത് കിടന്നു. മക്കൾ ചോദിച്ചു, അമ്മയ്ക്ക് വേണ്ടേ? അമ്മയ്ക്ക് തറയിൽ കിടക്കുന്ന ഇഷ്ടം. മോളെ, എത്ര കള്ളങ്ങൾ പറഞ്ഞാ നിന്റെ തള്ള നിന്നെ വളർത്തിയെന്നറിയാമോ? അത് നിങ്ങൾക്ക് തോന്നുന്നു അപ്പം കരയില്ലയോ? ഞാൻ ഒത്തിരി കല്യാണ വേദി പിള്ളേരോട് ചോദിച്ചു, അപ്പം കരയുന്ന കണ്ടിട്ടുണ്ടോ? അവർ പറയില്ലേ, അപ്പം കരയുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല, അമ്മ കരയുന്ന കണ്ടിട്ടുണ്ട്. വല്ലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴെങ്ങാനും അപ്പം കരഞ്ഞെങ്കിലായി. നിങ്ങൾ വിചാരിക്കുന്ന അപ്പം കരയില്ലെന്നല്ലേ? ഇരിക്കുന്ന അഭിഷക്തന്മാർക്കറിയും നിന്റെ അപ്പം കരയും. ലോകത്തെ കുടുകൂടാ ചിരിപ്പിച്ച ചാർലിൻ ചാപ്ലിൻ പറഞ്ഞു, പെരുമഴ പെയ്യാൻ ഞാൻ കാത്തു നിൽക്കും, മഴയത്തിറങ്ങി ഞാൻ കരയും, എന്റെ കരച്ചിൽ ആരും കാണരുത്. കേട്ടോ, അപ്പം കരയും, അപ്പൻ ഉരുകും. നീ കണ്ടിട്ടുണ്ടോ ഉരുകുന്നേ? ആ ഉരുക്കം അറിയുന്ന ആളാ തൊട്ടിരിക്കുന്നേ. അപ്പൻ ഉരുകാ കുഞ്ഞേ. നീ ഇന്ന് അനുഭവിക്കും തണൽ ഇന്നലെ നിന്റെ അപ്പൻ കൊണ്ട വെയില. അവരെ വേദനിപ്പിക്കരുത്.
ഇത് പറഞ്ഞില്ല പിന്നെ കല്യാണം നടത്തിയിട്ട് കാര്യമില്ലെന്നേ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതിനാ. ചങ്ങനാശ്ശേരി കോണ്ടൂർ ഓടിയിട്ടുണ്ട്. ഞാൻ കല്യാണം നടത്തി തിരിച്ച് രാത്രി കൺവെൻഷൻ മുമ്പ് എനിക്ക് കോള് വന്നു, പാസ്റ്റർ അമേരിക്കയിൽ നിന്ന് വന്ന 4 കുടുംബങ്ങൾ 2 കുടുംബം തീരുമാനിച്ചു ഓൾഡ് ഏജ് ഹോമിൽ കിടക്കുന്ന അമ്മയെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച് ശുശ്രൂഷിക്കാൻ. അങ്ങനൊക്കെ നടക്കണം. ഈ മർമ്മം വലിയത്. ഈ മണവാളൻ മറ്റൊരു മണവാളനും, ഈ മണവാട്ടി മറ്റൊരു മണവാട്ടിക്ക് നിഴൽ. ഇത് അധികം താമസിയാൻ നടക്കാൻ പോകുന്ന വലിയൊരു കല്യാണം നിഴൽ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. നിനക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുലമനത്തിൽ മനുഷ്യത്തിന്റെ അവസാനത്തിന് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി നൽകിയ യേശു ക്രിസ്തു എന്ന ആത്മമണാളൻ തന്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയെ വേളി കഴിപ്പാൻ ഇറങ്ങി വരും. അതാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു മടങ്ങി വരാറായി എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം ചെയ്യുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. എല്ലാ കണ്ണും അടച്ചാട്ട്, എല്ലാ കണ്ണും അടച്ചാട്ട്. നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണ്? സ്വർഗം ഭൂമിയിലെ പോലെയോ നരകം ഭൂമിയെ? ആരാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്